കമ്മ്യൂണിസം നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണിത്, അല്ലേ? ചിലർക്കിതൊരു മഹത്തായ ആശയമാണ്, മറ്റു ചിലർക്ക് അതൊരു പേടിസ്വപ്നവും. അപ്പോ എന്താണ് ശരിക്കും ഈ കമ്മ്യൂണിസം? നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് വളരെ ലളിതമായിട്ട് എന്താണിതിന്റെ സ്വപ്നമെന്നും എന്താണതിന്റെ യാഥാർത്ഥ്യമെന്നും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതാണ് കമ്മ്യൂണിസത്തിന്റെ ആത്മാവ് എന്ന് തന്നെ പറയാം. കേൾക്കാൻ എന്ത് രസമുള്ള ഒരു ആശയമാണല്ലേ? അതായത് ഒരു സമൂഹത്തിലുള്ള ഓരോരുത്തരും അവരുടെ കഴിവിന്റെ പരമാവധി ആ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുക. എന്നാൽ തിരിച്ചു ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വിഭവങ്ങൾ ലഭിക്കുകയും ചെയ്യും. ഇതൊരു സ്വപ്നമാണ്, സമത്വത്തിൽ പടുത്തുയർത്തിയ ഒരു സമ്പൂർണ്ണ ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം. അപ്പോ തിയറിയില് എന്താണ് കമ്മ്യൂണിസം എന്ന് ചോദിച്ചാൽ, പണമില്ലാത്ത, രാജ്യങ്ങളോ അതിർത്തികളോ ഇല്ലാത്ത, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാത്ത ഒരു ലോകം. ഇവിടെ ഫാക്ടറികള്, ഭൂമി, അങ്ങനെ ഉൽപ്പാദനത്തിനുള്ള എല്ലാ മാർഗങ്ങളും ഏതെങ്കിലും ഒരാളുടെ കയ്യിലല്ല, മറിച്ച് ആ സമൂഹത്തിന്റെ മുഴുവൻ ഉടമസ്ഥതയിലായിരിക്കും. അപ്പോ ഈ ഒരു ആശയം എവിടെ നിന്നാണ് വന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കാൾ മാർക്സ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലേക്കൊന്ന് പോകണം. അദ്ദേഹത്തിന്റെ ഈ ചിന്തകൾക്ക് രൂപം നൽകിയ ആ ലോകം എങ്ങനെയുള്ളതായിരുന്നുവെന്ന് നോക്കാം. മാർക്സ് ജീവിച്ചിരുന്നത് വ്യാവസായിക വിപ്ലവത്തിന്റെ സമയത്താണ്. ഭീമൻ ഫാക്ടറികളൊക്കെ വരുന്ന സമയം. പക്ഷെ അവിടത്തെ തൊഴിലാളികളുടെ അവസ്ഥയോ വളരെ ദയനീയമായിരുന്നു. ഫാക്ടറി മുതലാളിമാര് തൊഴിലാളികളെ കൊണ്ട് രാവും പകലും പണിയെടുപ്പിച്ച് തുച്ഛമായ ശമ്പളം കൊടുത്ത് വലിയ ലാഭമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ ചൂഷണത്തിനൊരു മറുപടിയായിട്ടാണ് മാർക്സ് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത്. അദ്ദേഹം സ്വപ്നം കണ്ട ആ ഒരു ലോകത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ ഇല്ല, സ്വകാര്യ സ്വത്തില്ല, തലമുറകളായി സ്വത്ത് കൈമാറുന്ന പരിപാടിയില്ല, എല്ലാവർക്കും സൗജന്യമായി വിദ്യാഭ്യാസവും ആരോഗ്യ പരിരക്ഷയും കിട്ടണം. ചുരുക്കി പറഞ്ഞാൽ എല്ലാം എല്ലാവർക്കും തുല്യമായി വീതിച്ചു നൽകുന്ന ഒരിടം. മാർക്സിന്റെ ഈ ആശയങ്ങളൊക്കെ പുസ്തകത്തിൽ നിന്ന് പുറത്തുവന്നു, ലോകത്ത് നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ശരി, ഇവിടെയാണ് കഥയാകെ മാറുന്നത്. വളരെ ആദർശപരമായ ഒരു ഫിലോസഫി യഥാർത്ഥ ലോക രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ 1848 മാർക്സ് ഈ ആശയം മുന്നോട്ടുവെച്ചു. പക്ഷേ ഇത് ആദ്യമായൊരു രാജ്യത്ത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത് 1917 ലെനിനാണ്, റഷ്യൻ വിപ്ലവത്തിലൂടെ. അദ്ദേഹത്തിനു ശേഷം വന്ന സ്റ്റാലിനും പിന്നീട് ചൈനയിലെ മാവോയുമൊക്കെ ഈ ആശയത്തെ അവരവരുടെ വഴിക്ക് വ്യാഖ്യാനിച്ച് നടപ്പിലാക്കാൻ തുടങ്ങി. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായൊരു മാറ്റം വരുന്നത്. മാർക്സ് വിഭാവനം ചെയ്തത് ഉൽപാദന മാർഗങ്ങൾ പൊതുജനങ്ങളുടെ കയ്യിലായിരിക്കുമെന്നാണ്. എന്നാൽ ലെനിൻ അത് നടപ്പിലാക്കിയപ്പോഴോ എല്ലാം ഗവൺമെന്റിന്റെ കയ്യിലായി. ജനങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം നേരെ ഗവൺമെന്റിലേക്ക് പോയി. ഇതായിരുന്നു ആ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ വന്ന ഏറ്റവും വലിയൊരു വ്യത്യാസം. അധികാരം മുഴുവൻ ഗവൺമെന്റിൽ ഒതുങ്ങിയപ്പോ പിന്നെ എന്തുപറ്റി? വിമർശനങ്ങൾക്ക് ഒരു സ്ഥാനവുമില്ലാതായി. ലെനിൻ ബാക്കിയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിരോധിച്ചു. ഗവൺമെന്റിനെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ എന്നറിയാൻ രഹസ്യ പോലീസിനെ വെച്ചു. എതിർക്കുന്നവരെ ഒന്നുകിൽ ജയിലിലിട്ടു, അല്ലെങ്കിൽ അതിലും ഭീകരമായി ഇല്ലാതാക്കി. അതോടെ ആ മനോഹരമായ സ്വപ്നം ഒരു ഏകാധിപത്യ ഭരണകൂടമായി മാറാൻ തുടങ്ങി. അപ്പോ ഈ പതനം എങ്ങനെയായിരുന്നു എന്ന് നോക്കിയാലോ? ആദ്യം ലെനിൻ വന്നു, ഒരു പാർട്ടി മാത്രം മതിയെന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തിനു ശേഷം വന്ന സ്റ്റാലിനാവട്ടെ ഈ അധികാരം ഉപയോഗിച്ച് തൊഴിലാളികളെ അതിക്രൂരമായി ചൂഷണം ചെയ്തു. ഇത് ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടന്നു മരിക്കാൻ കാരണമായി. ഈ ആശയം ചൈനയിലെത്തിയപ്പോൾ മാവോയുടെ വ്യാഖ്യാനങ്ങൾ ഇതിനേക്കാൾ തീവ്രവും അക്രമാസക്തവുമായിരുന്നു. ഇവിടെ നമ്മൾ എപ്പോഴും വരുത്തുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് മാറ്റേണ്ടത് വളരെ പ്രധാനമാണ്. സ്വേച്ഛാധിപത്യം അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണിസത്തിന്റെ മാത്രം ഒരു ഭാഗമല്ല, അതൊരു രാഷ്ട്രീയ ഘടനയാണ്, ഒരു പ്രത്യയ ശാസ്ത്രമല്ല. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പിന്തുടർന്ന സ്റ്റാലിൻ ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. അതേസമയം മുതലാളിത്തം എന്ന ആശയത്തിൽ വിശ്വസിച്ചിരുന്ന ഹിറ്റ്ലറും ഒരു സ്വേച്ഛാധിപതിയായിരുന്നു. അതോടൊപ്പം തന്നെ ജനാധിപത്യ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ജനാധിപത്യപരമായ മുതലാളിത്ത രാജ്യങ്ങളും ലോകത്തുണ്ട്. അതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിനെയും ഒന്നായി കാണരുത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ആ ആശയങ്ങളിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ലോകം സ്വീകരിച്ചിട്ടുണ്ട്. നമുക്കിന്ന് അതിന്റെ ഗുണഫലങ്ങൾ കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല അവകാശങ്ങളുടെയും വേരുകൾ ഒരു തരത്തിൽ ഈ ചിന്തകളിലാണ്. ഉദാഹരണത്തിന് വർഗ, ജാതി, ലിംഗവിവേചനങ്ങൾക്കെതിരായ പോരാട്ടം, തൊഴിലാളി യൂണിയനുകൾ, മിനിമം വേതനം, ആ 8 മണിക്കൂർ ജോലി, 5 ദിവസത്തെ പ്രവൃത്തിയാഴ്ച,
അതൊക്കെ എങ്ങനെ വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും സൗജന്യമായ വിദ്യാഭ്യാസം, ആരോഗ്യം ഇതൊക്കെ നൽകണമെന്നുള്ള ചിന്ത ഇന്ന് പല ജനാധിപത്യ രാജ്യങ്ങളുടെയും അടിസ്ഥാന ആശയമാണ്. ശരി, ഇനി നമുക്ക് നാണയത്തിന്റെ മറ്റേ വശം നോക്കാം. ഇത്രയും നല്ല ആശയങ്ങൾ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ തലത്തിൽ കമ്മ്യൂണിസം നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അതൊരു പരാജയമായി മാറിയത്? നമുക്കതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ നോക്കാം. അടിസ്ഥാനപരമായി 3 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തേത് പ്രോത്സാഹനത്തിന്റെ അഭാവം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും, കുറച്ചു ജോലി ചെയ്താലും ഒരേ ശമ്പളം കിട്ടിയാൽ എന്ത് സംഭവിക്കും? കഠിനാധ്വാനം ചെയ്യാൻ ആർക്കും ഒരു പ്രചോദനമുണ്ടാവില്ല. രണ്ടാമതായി, ഒരു വർഗരഹിത സമൂഹത്തിൽ സ്വാഭാവികമായി ഒരു അധികാരശൂന്യതയുണ്ടാവും. അത് ഏതെങ്കിലും ഒരു സ്വേച്ഛാധിപതിക്ക് എളുപ്പത്തിൽ അധികാരം പിടിച്ചെടുക്കാൻ അവസരം നൽകുന്നു. അവസാനമായി, എല്ലാ വിഭവങ്ങളും ഒരൊറ്റ പാർട്ടി നിയന്ത്രിക്കുമ്പോൾ അഴിമതി ഒരു അനിവാര്യതയായി മാറും. അപ്പൊ കമ്മ്യൂണിസം എവിടെയും വിജയിച്ചിട്ടില്ലേ? ഉണ്ട്. പക്ഷെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ ആശയങ്ങൾ വളരെ വിജയകരമായി പ്രവർത്തിക്കുന്ന ചിലയിടങ്ങളുണ്ട്. വളരെ പണ്ടുകാലത്തുള്ള ഗോത്രങ്ങൾ മുതൽ ഇന്നത്തെ ചെറിയ കമ്മ്യൂണികളിൽ വരെ, അതായത് ചെറിയ ഒറ്റപ്പെട്ട സമൂഹങ്ങളിൽ ഇത് വിജയിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം വളരെ സിമ്പിളാണ്. അവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, ഒരേ ലക്ഷ്യത്തിനു വേണ്ടിയാണ് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഒരു രാജ്യത്തോളം വലിയൊരു സമൂഹത്തിലേക്ക് വരുമ്പോൾ ആ ഒരുമയും പൊതുവായ ലക്ഷ്യവും നഷ്ടപ്പെടുന്നു. അതോടെ ഘടന തകരുന്നു. ഇതിന് ഇന്നത്തെ കാലത്ത് ഒരു ഉദാഹരണം വേണോ? നമ്മുടെ ഇന്ത്യയിൽ തന്നെയുണ്ട് ഓറോവിൽ. ഏകദേശം 2000 പേര് താമസിക്കുന്ന ഒരിടം. അവിടെ ഭൂമിക്കോ വീടുകൾക്കോ സ്വകാര്യ ഉടമസ്ഥാവകാശമില്ല. എല്ലാവരും ആ സമൂഹത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇതൊക്കെ നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് എത്തിക്കുന്നത്. ഒരു പെർഫെക്റ്റ് സമൂഹം, എല്ലാവർക്കും തുല്യതയും സന്തോഷവുമുള്ളൊരു ലോകം എന്ന സ്വപ്നം ഒരുപക്ഷെ വലിയ രാജ്യങ്ങളിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ഒന്നാണോ? ചെറിയ കൂട്ടായ്മകളിൽ മാത്രം സാധ്യമാവുന്ന ഒരു മനോഹരമായ സ്വപ്നമാണോ അത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?